മസ്ജിദുർ റൗളയിൽ സംഘടിപ്പിച്ചിട്ടുള്ള മലം മഹബ്ബ റസൂലുള്ള എന്ന പ്രോഗ്രാമിലാണ് ഞാനിപ്പോൾ ഉള്ളത്. പള്ളിയുടെ അകത്തും പുറത്തുമൊക്കെ ധാരാളം ആളുകൾ തിങ്ങിക്കൂടിയിട്ടുണ്ട്. പവിത്രമായ ശഅബാൻ മാസത്തിൻ്റെ ആദ്യ ദിനങ്ങളിലാണ് നമ്മളുള്ളത്. തിങ്ങിക്കൂടിയ ഈ ജനാരവത്തെ കാണുമ്പോൾ നമ്മുടെ നാട്ടിലെ പഴയ റമദാൻ രാവുകളാണ് നമുക്ക് ഓർമ്മ വരുന്നത്. ഇശാ നിസ്കാരവും തറാവീഹുമൊക്കെ കഴിഞ്ഞ് 3 കട്ടയുടെ ടോർച്ചോ അതല്ലെങ്കിൽ ചൂട്ടോ ഒക്കെ കത്തിച്ച് കൈതോലപ്പായയും തോർത്തുമുണ്ടുമൊക്കെയായി വയൽ നടക്കുന്ന തെങ്ങിൻ തോപ്പുകളിലേക്കോ മറ്റിടങ്ങളിലേക്കോ ഒക്കെ പോകുന്ന സ്ത്രീകളും കുട്ടികളുമൊക്കെ അടങ്ങുന്ന ഒരു ചെറിയ ജനക്കൂട്ടം. വൈകുന്നേര സമയങ്ങളിൽ തന്നെ തുടങ്ങുന്ന കാലിൽ കെട്ടിയ കോളാമ്പിയിലൂടെയുള്ള വിശുദ്ധ ഖുർആനിൻ്റെ ശബ്ദവീചികൾ വിദൂര ദിക്കുകളിലേക്ക് വരെ അലയടിച്ചിരുന്നു. 1980-90 കാലഘട്ടം വരെ ഗ്രാമങ്ങളുടെ ഉത്സവങ്ങൾ തന്നെയായിരുന്നു ഇത്തരം ബഅദ് പരമ്പരകൾ. കൊച്ചുവെളുപ്പാൻ കാലം വരെ നീണ്ടു നിൽക്കുന്ന ഈ പ്രഭാഷണ പരിപാടികൾക്കിടയിലെ ലേലം വിളി പോലും വളരെ സന്തോഷകരമായ ഒരു അനുഭവമായിരുന്നു. ആട്ടിൻപാലും കോഴിമുട്ടയും പഴക്കുലകളും ചക്കയും മാങ്ങയും വരെ ലേലം വിളിക്കാനുള്ള വിഭവങ്ങളായിരുന്നു. നാട്ടിൻപുറങ്ങളിലെ അറിവനുഭവങ്ങളുടെ പ്രഭവ കേന്ദ്രം ഇത്തരം പ്രഭാഷണ സദസ്സുകൾ തന്നെയായിരുന്നു. കുറ്റിയറ്റുപോയ നമ്മുടെ പഴയ ശീലങ്ങൾ പലതും മലേഷ്യയിൽ നാമ്പെടുക്കുന്നതായി അനുഭവപ്പെടുന്നുണ്ട്. അറിവിനോടും അറിവാളരോടുമുള്ള മലേഷ്യൻ ജനങ്ങളുടെ സമീപനങ്ങളും ആദരവും അതാണ് വ്യക്തമാക്കിക്കൊണ്ടിരിക്കുന്നത്. മുതിർന്നവരെയും മറ്റും ബഹുമാനിക്കുന്ന വിഷയത്തിൽ യാതൊരു പിശുക്കുമില്ലാത്തവരാണ് ഇവിടുത്തെ ജനങ്ങൾ. വിനയവും താഴ്മയും കാണണമെങ്കിൽ ഇങ്ങ് മലേഷ്യയിലേക്ക് പോരണം. പറഞ്ഞതിനൊന്നും അപവാദങ്ങളില്ല എന്നല്ല പറയുന്നത്. കേരളീയ സമൂഹത്തിൽ നിന്ന് പല മൂല്യങ്ങളും കുറ്റിയറ്റു പോകുന്നതായി നാം അനുഭവിക്കുന്നില്ലേ? എന്നാൽ അത്തരം മൂല്യങ്ങളിലേക്കുള്ള തിരിച്ചു നടത്തമാണ് മലേഷ്യൻ ജനതയിൽ ദർശിക്കാനാവുന്നത്. ഇപ്പോൾ മസ്ജിദുർ റൗളയിൽ പ്രവാചക ചരിത്രം വിശദീകരിച്ചു കൊണ്ടിരിക്കുകയാണ്. നമ്മുടെയൊക്കെ പഴയകാല ഓർമ്മകൾ. മലേഷ്യയിൽ നിന്നും ഫൈസൽ വടപുറം.